സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണറും പിണറായി സർക്കാരും തമ്മിലുള്ള പോര് തുടർച്ചയായി തന്നെ നടക്കുകയാണ്. അതിനിടയിലാണ് യു.ഡി.എഫിൻ്റെ എല്ലാം ഒരു തുറന്ന പിന്തുണയാണല്ലോ ഈ ഗവർണറിന് ലഭിക്കുന്നത്. അപ്പോൾ അത് ദേശാഭിമാനി ഉൾപ്പെടെ വാർത്തയാക്കിയിട്ടുമുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും യു.ഡി.എഫിനും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഗവർണറിന് അനുകൂലമായി സംസാരിക്കാൻ കഴിയുന്നത്? സഹി കെട്ടിട്ടാണ്. ഈ സർവകലാശാലകളിൽ നടക്കുന്ന ഇടത് ഗുണ്ടായിസം, മാർക്സിസ്റ്റ് ഗുണ്ടായിസം, കമ്മ്യൂണിസ്റ്റ് ഗുണ്ടായിസം, ഇത് സഹിക്കവയ്യാതെയാണ് പലരും അവരുടെ രാഷ്ട്രീയ വിയോജിപ്പും എതിർപ്പുമൊക്കെ മാറ്റിവെച്ച് ഗവർണറെ പിന്തുണയ്ക്കുന്നത്. കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതല്ലേ. UDF ഭരിക്കുമ്പം പോലും ഇവിടുത്തെ സർവകലാശാലകൾ ഭരിക്കുന്നത് ആരാണ്? LDF ആണ്, ഇടതുപക്ഷമാണ്. ഈ സിൻഡിക്കേറ്റിലടക്കം സെനറ്റിലടക്കം തങ്ങളുടെ ആൾക്കാരെ കുത്തി നിറച്ച് അവരെ ഉപയോഗിച്ച് ഈ സർവകലാശാല ഭരണം കൈപ്പിടിയിലാക്കുക, തങ്ങളുടെ വരുതിയിലാക്കുക എന്നുള്ളത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ LDF തുടരുന്ന നയമാണ്. അത് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും സർവകലാശാല ഭരിക്കുന്നത് CPM. അതുപോലെയുള്ള പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളുടെയും ഭരണം നിർവഹിക്കുന്നത് CPM ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നമ്മുടെ ചവറയിലെ KMML, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അല്ലേ. ആ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന, നിയന്ത്രണത്തിൽ വരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. പക്ഷെ അത് ഭരിക്കുന്നത് CPM ആണ്. അവിടുത്തെ CITU ലോബിയാണ് അത് ഭരിക്കുന്നത്. കേരളം ആര് ഭരിച്ചാലും KMMLൻ്റെ ഭരണം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കും, CPMൻ്റെ കയ്യിലിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ സർവകലാശാലകൾ, ഇപ്പോൾ കേരള മഹാത്മാ MG സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല ഒക്കെ, കാലടി, ഇവിടെയൊക്കെ നടക്കുന്നത് എന്താണ്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ സെൽ ഭരണമാണ് നടക്കുന്നത്. അത് ഇവിടെ UDF ആണ് കേരളം ഭരിക്കുന്നതെങ്കിലും സർവകലാശാലകളുടെ ഭരണം ഇവരുടെ കയ്യിലിരിക്കും. ഇതിൽ മടുത്തിട്ടാണ് UDFകാരും അല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തിന് എതിർചേരിയിൽ നിൽക്കുന്നവർ ഈ ഗവർണറെ അനുകൂലിക്കുന്നത്, ഇപ്പോൾ അനുകൂലിച്ച് രംഗത്ത് വരുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇവർക്ക് മൂക്ക് കയറിടാൻ, ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക്, സെനറ്റ് അംഗങ്ങൾക്ക് മൂക്ക് കയറിടാനും സർവകലാശാലയെ ഇവരുടെ വരുതിയിൽ നിന്ന്, ഇവരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനും ഇതല്ലാതെ വേറെ മാർഗമില്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവർ പിന്തുണയ്ക്കുന്നത്. അവർ ഗവർണറുടെ എല്ലാ നടപടികളെയും എങ്കിലും അംഗീകരിക്കുകയും അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. പുറത്ത് ചിലപ്പോൾ പത്രങ്ങളൊക്കെ ചോദിക്കുമ്പം അല്ലെങ്കിൽ മാധ്യമങ്ങളോടൊക്കെ അവർ പറയും ഗവർണർ സംഘീവൽക്കരിക്കുന്നു, കാവ്യവൽക്കരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഉള്ളുകൊണ്ട് ഇവരെല്ലാവരും ഇതിന് ഗവർണർക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്നവരാണ്. എന്തിന് പറയുന്നു, വിവരവും ബോധവുമുള്ള LDFിലെ ആൾക്കാർ വരെ, അത് CPIക്കാരാകട്ടെ മറ്റേതെങ്കിലും പാർട്ടിയാകട്ടെ, അവർക്ക് പോലും ഈ CPMൻ്റെ ഗുണ്ടായിസം അസഹനീയമാണ്. അതൊരു സത്യമാണ്. ഇവിടെ നമ്മളിപ്പോൾ സർവകലാശാലയുടെ കാര്യം മാത്രം എടുക്കണ്ട, മറ്റെല്ലാ തലങ്ങളിലും ഇതുപോലെയുള്ള സർവകലാശാല ഈ കഴിഞ്ഞ, നമുക്കിപ്പോൾ ഒരു 1900 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കഥ എടുക്കും. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ചരിത്രം എടുത്താൽ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ കോളേജുകളിലെല്ലാം SFIക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ട്. SFI ഇല്ലാത്ത കോളേജുകൾ വിരലിലെണ്ണാവുന്നതേ ഉള്ളൂ. KSU, അവരുടെ പ്രധാന എതിരാളി എന്ന് പറയുന്നത് KSU ആയിരുന്നു ഒരു കാലത്ത്. പിന്നീട് അവിടെ ABVP കടന്നു വന്നു. ഈ ABVPയെ ഇല്ലാതാക്കാൻ SFIയും അവരെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷം എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്തു സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും. അപ്പോൾ അതൊക്കെ ചരിത്രമാണ്, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. കോളേജിനുള്ളിൽ നടന്ന കത്തിക്കുത്തും കൊലപാതകങ്ങളും ഒക്കെ വേറെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തെ ചോദ്യം ചെയ്യാനും ഇവരെ വരുതിക്ക് നിർത്താൻ, ഇവരെ ഒന്ന് കടിഞ്ഞാണിട്ട് പിടിക്കാനും ആരെങ്കിലും വന്നാൽ സ്വാഭാവികമായിട്ടും വിവരവും ബോധവും തിരിച്ചറിവും വിവേകവും ഉള്ളവർ അവരെ പിന്തുണയ്ക്കും. അതിന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയി അടി വാങ്ങിച്ചല്ലോ, താൽക്കാലിക VC നിയമനം സ്റ്റേ ചെയ്യണമെന്നും പറഞ്ഞ് പോയിട്ട് അതിന് തിരിച്ചടി കിട്ടി. കോടതി എന്താ പറഞ്ഞത്? UGC ചട്ടങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. ഓരോ സർവകലാശാലയ്ക്കും അതത് സംസ്ഥാനത്ത് നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങളും കൂടെ പരിഗണിച്ച് വേണം ഇത് VCമാരെ നിയോഗിക്കാൻ.
അപ്പോൾ ഇപ്പോൾ താൽക്കാലിക വി സിമാരെ നിയോഗിക്കണമെങ്കിൽ സർക്കാർ ഒരു ലിസ്റ്റ് കൊടുക്കണം. ഇതിന് ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ട്. സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കേണ്ടത് സർക്കാരിൻ്റെ ജോലിയാണ്. സെർച്ച് കമ്മിറ്റിയെ ഉണ്ടാക്കി ആ സെർച്ച് കമ്മിറ്റി വേണം വി സിമാരുടെ ഒരു പാനൽ കൊടുക്കാൻ. ആ പാനലിൽ നിന്നാണ് ഗവർണർ ഒരാളെ നിയോഗിക്കുന്നത്. ആ പാനൽ സെർച്ച് കമ്മിറ്റിയുടെയൊക്കെ അഭിപ്രായം പരിഗണിച്ച് അത് പരിശോധിച്ച് ഗവർണർ ഒരു തീരുമാനമെടുക്കും. അവിടെ സർക്കാരുമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചർച്ച ചെയ്യും. ഗവർണർക്ക് ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ വിശദീകരണം ചോദിക്കും. അതൊക്കെ കോടതി ഇത്രേ പറഞ്ഞുള്ളൂ. ഇപ്പം ഇന്നെന്താ ദേശാഭിമാനിയും കൈരളിയൊക്കെ അടിക്കുന്ന വാർത്ത എന്താ? ഇവിടുത്തെ ഇടതുപക്ഷ CITU മാധ്യമ തൊഴിലാളികൾ പറയുന്നത് എന്താണ്? സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ഗവർണർക്ക്. എന്ത് തിരിച്ചടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിയമം ഇങ്ങനെ നടപ്പാക്കണം എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് തിരിച്ചടി? ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇരട്ടത്താപ്പ് ഞാൻ പറയാം. മലേഗാവ് സ്ഫോടന കേസിലെ പ്രതികളെ വെറുതെ വിട്ടു അല്ലേ? ആ കോടതിയെ എന്തെല്ലാം, ആ വെറുതെ വിട്ട നടപടിയെ എന്തെല്ലാം മോശപ്പെടുത്തിക്കൊണ്ടാണെന്ന് വാർത്ത വന്നിരിക്കുന്നത് ഈ ഇടത് ജിഹാദി മാധ്യമങ്ങളെല്ലാം കൂടെ. നേരെ മറിച്ച് നമ്മുടെ TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ ശിക്ഷിച്ചു. അന്ന് എന്തായിരുന്നു കോടതിക്കെതിരെ പറഞ്ഞത്? ഇതൊക്കെ തരാതരം പോലെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് തങ്ങളുടെ ആലപ്പുഴയിൽ ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതെ വിധി വന്നപ്പോഴും ഇത്തരം പരാമർശങ്ങൾ കോടതികളെ അങ്ങേയറ്റം അതിരൂക്ഷമായിട്ട് വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടുള്ള വാർത്തകളും പ്രസ്താവനകളും വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആടിനെ പട്ടിയാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോളം മിടുക്ക് ലോകത്ത് ആർക്കുമില്ല. ഗീബൽസ് തോറ്റുപോകും ആ കാര്യത്തിൽ. സാധാരണ ഗീബൽസാണ് ഈ നുണ പ്രചരിപ്പിച്ച് 100 ആവർത്തി ഉരുക്കഴിച്ച് നുണയെ സത്യമാക്കാനുള്ള കഴിവ് ഗീബൽസിനാണുള്ളത്. ആ ഗീബൽസ് തോറ്റുപോകും CPM-ൻ്റെ മുന്നിൽ എന്ന് പൊതുവെ പറയാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഗവർണറോട് സുപ്രീം കോടതി പറഞ്ഞു താൽക്കാലിക വി സിമാരെ നിയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. സർക്കാർ എന്താ ആവശ്യപ്പെട്ടത്? താൽക്കാലിക വി സിമാർ വേണ്ട, മറ്റേ പുതിയ വി സിമാരെ, ഈ താൽക്കാലിക വി സി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അത് തെറ്റാണ്. സർവകലാശാല നിയമത്തിൽ UGC നിയമത്തിൽ പറയുന്നത് ഗവർണർ ഒരാളെ വി സി ആയിട്ട് നിയോഗിച്ചാൽ അയാൾ വി സി ആണ്. അതെങ്ങനെ നിയോഗിക്കണം? അവിടെയാണ് ഈ മാനദണ്ഡങ്ങൾ വരുന്നത്. സെർച്ച് കമ്മിറ്റി വേണം. സർക്കാർ നിയോഗിച്ച സെർച്ച് കമ്മിറ്റി ഈ ഒരു 2, 3, 4 പേരുടെ പേരുകൾ അടങ്ങുന്ന ഒരു പാനൽ കൊടുക്കണം. ആ പാനലിൽ നിന്ന് വേണം ഗവർണർ ഒരാളെ നിശ്ചയിക്കാൻ അല്ലേ? അപ്പോൾ ആ പാനൽ തയ്യാറാക്കുമ്പം മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിരിക്കണം. അല്ലാതെ തോന്നിയവാസം കാണിക്കരുത്, ഇഷ്ടക്കാരെ തിരികെ കയറ്റരുത്. അങ്ങനെ തിരികെ കയറ്റാൻ കണ്ണൂർ സർവകലാശാലയിൽ സംഭവിച്ചത് നടക്കും. അവിടെ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ പിടിച്ച് വി സി ആക്കാൻ വലിയ നിർബന്ധം കാണിച്ചു. ഗവർണർ വഴങ്ങി വി സി ആക്കി. സുപ്രീം കോടതി ചെവിക്ക് തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞു. അതല്ലേ സംഭവിച്ചത്? അപ്പോൾ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നടക്കണം. അവിടെ ചാൻസലർ കൂടിയായ ഗവർണറെ ഇതുപോലെ ആരെങ്കിലും പിന്തുണച്ച് വന്നാൽ, ന്യായം ഏതാണോ അതിനെ പിന്തുണച്ച് വന്നാൽ അത് ഞങ്ങൾക്കെതിരായതുകൊണ്ട് അവരെ താറടിക്കും. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ജനിതക സ്വഭാവ ഗുണമാണ്. ആർക്കും മാറ്റാൻ പറ്റില്ല. അവർക്ക് അനുകൂലമെങ്കിൽ കൊള്ളാം, അവർക്ക് പ്രതികൂലമെങ്കിൽ ബൂർഷ്വ, വർഗശത്രു, ഇങ്ങനെ കുലംകുത്തി, ഇങ്ങനെ ഒരു 100 വിശേഷണങ്ങൾ കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ അധിക്ഷേപിച്ചില്ലാതാണ്. അതൊന്നും ഇനി വിജയിക്കാൻ പോകുന്നില്ല. സോഷ്യൽ മീഡിയയൊക്കെ വളരെ ശക്തമാണ്. ഇന്നതങ്ങനെ നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഒരു സംവിധാനമാണ് മാധ്യമങ്ങൾ എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതൊക്കെ പൊളിഞ്ഞുപോയി. ഇന്ന് അതൊന്നും നടക്കില്ല. ഇന്നത്തെ ജനതയ്ക്ക് തിരിച്ചറിവുണ്ട്, വിവേകമുണ്ട്. അവർക്ക് നെല്ലും പതിരും കണ്ടാൽ തിരിച്ചറിയാം. അവർക്ക് സത്യം സ്വീകരിക്കാനും അസത്യം ത്യജിക്കാനുമുള്ള കഴിവ് അവർക്കുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം ഗിമ്മിക്കുകളൊന്നും വില പോകില്ല. ഇതിപ്പം UDF ഗവർണറെ അനുകൂലിച്ചു. UDF ഗവർണറെ അനുകൂലിച്ച് വരുന്നതിൽ എന്താണ് തെറ്റ്? ഗവർണർ ചെയ്യുന്നതിൽ ശരിയുണ്ടെന്ന് UDF-ന് തോന്നിയാൽ UDF അനുകൂലിക്കും, BJP അനുകൂലിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എത്ര പേര് അതിനെ അനുകൂലിക്കുന്നുണ്ട്? പിന്നെ എന്താണ് ഈ ഗവർണർക്ക് എന്തെങ്കിലും അയിത്തമുണ്ടോ? തൊട്ടുകൂടായ്മയുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ ഗവർണർ ചെയ്യുന്ന കാര്യങ്ങളെ അനുകൂലിക്കാനും വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിൽ എല്ലാവർക്കും ഉണ്ട്. അതിൽ കിടന്ന് പരിതപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഗവർണർ കൃത്യമായിട്ട് UGC ചട്ടങ്ങളും സർവകലാശാല നിയമങ്ങളും അനുസരിച്ച് തന്നെ സർവകലാശാലകൾ ഭരിക്കും. അതിൽ നിങ്ങൾ വേവലാതി പൂണ്ടിട്ട് കാര്യമില്ല. നിങ്ങളുടെ പിത്തലാട്ടമൊന്നും അവിടെ നടക്കില്ല.